നാട്ടിലെ വിഷുവിന്റെ കഥയാണ് ഇന്ന്. രാവിലെ തന്നെ ഇവിടെ കൊന്നപ്പൂവായിട്ടാണ് അച്ചുവിന്റെ വരവ്. വീട് മുഴുവൻ ക്ലീൻ ചെയ്ത ക്ഷീണം തീർക്കാൻ വേണ്ടി കൃഷ്ണപ്പൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ് മേടിച്ചു വന്നു. അങ്ങനെ ഐസൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് കൊങ്ങാട്ടിലോട്ടാണ്. കണിക്ക് ആവശ്യമുള്ള പച്ചക്കറിയും ഫ്രൂട്ട്സും അതുപോലെ തന്നെ മയിൽപ്പീലിയും ഒക്കെ മേടിച്ചു. രാത്രി ഒരു 9 മണിക്കാണ് കണി വെക്കാൻ തുടങ്ങിയത്. അത് ഏകദേശം 11:30 വരെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വിഷുക്കണിയുടെ ഫൈനൽ ഔട്ട്. കണി റെഡി ആയപ്പോൾ കസിൻസ് എല്ലാവരും കൂടി ഒരൊറ്റ റൂമിലാണ് കിടന്നുറങ്ങിയത്. അതൊരു പ്രത്യേക വൈബ് തന്നെയാ. അങ്ങനെ പുലർച്ചെ 4:30 എണീറ്റ് വിഷുക്കണിയും കണ്ട് കൃഷ്ണപ്പന്റെ കയ്യിൽ നിന്ന് കൈനീട്ടം കൂടി മേടിച്ചപ്പോൾ സംഭവം കളറായി. ഏകദേശം 7000 രൂപയുടെ പടക്കമൊക്കെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും പൊട്ടി പാളീസായി. പുലർച്ചെ ഒരു 5 മണിക്ക് തുടങ്ങിയ പടക്കം പൊട്ടിക്കൽ തീരുമ്പോഴേക്കും രാവിലെ 8 മണിയായി. കൺമണിയൊക്കെ വെടിവേലായതിന്റെ ഓലപ്പടക്കം നല്ല പുഷ്പം പോലെയാണ് പൊട്ടിച്ചത്. വിഷു ദിവസം അമ്പലത്തിൽ പോവാതിരുന്നാൽ ശരിയാവൂലാലോ. അപ്പൊ എല്ലാരും കൂടി അടുത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തിലോട്ട് പോയി. അവിടെ നിന്ന് നേരെ പുന്നക്കുറിശ്ശിയിൽ കൂടി പോയി തിരിച്ച് വീട്ടിൽ വന്ന് നല്ല അടിപൊളി വിഷുക്കഞ്ഞി കൂടി കുടിച്ചപ്പോൾ വിഷു ഉഷാറായി.